മക്കളെ അപ്പൊ എല്ലാവരും തന്നെ വേഗം പാരന്റ്സിനൊക്കെ കൂടെ വിളിച്ചിരുത്താം. നമുക്ക് എക്സാമിന് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ 10 മാർക്കിന്റെ എക്സാം ആണ്. പോർഷൻസ് ഒക്കെ ഓൾറെഡി എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കൂലേ എക്സാമിന്? 10ൽ 10 മാർക്ക് മേടിക്കൂലേ? മേടിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ സാറ് ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണിച്ചു തരും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് അയക്കുമ്പോൾ ക്ലിയർ ആയിട്ട് അയക്കണം കേട്ടോ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ടുവേഴ്സ് ഫോളോയിങ് ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്. താഴെ പറയുന്ന ഇൻഡസ്ട്രിയൽ പാർട്ടീസിനോടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. കൺസ്യൂമേഴ്സ് ഉണ്ട്, എംപ്ലോയീസ് ഉണ്ട്, നെക്സ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഓരോന്നിനും 2 മാർക്ക് വീതമാണ് കേട്ടോ. 3 എണ്ണത്തിന് ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. ടോട്ടൽ 6 മാർക്കാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന്റെ, എംപ്ലോയീസിന്റെയും ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ 2 റെസ്പോൺസിബിലിറ്റി വെച്ച് എഴുതാം. ക്ലിയർ ആണല്ലോ ക്വസ്റ്റ്യൻ? 2 റെസ്പോൺസിബിലിറ്റീസ് മക്കളെ 2 എണ്ണം വെച്ച് എഴുതണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അടുത്തത് ഗിവ് ദ മീനിങ് ഓഫ് പൊല്യൂഷൻ. എന്താണ് പൊല്യൂഷൻ? ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പൊല്യൂഷൻ എന്താണെന്ന് ഒരൊറ്റ സെന്റൻസിലോ 1 മാർക്കിന്റെ ആൻസർ ആയിട്ട് എഴുതാം. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ബേസ്ഡ് ഓൺ ദ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ. താഴെ പറയുന്നത് പൊല്യൂഷന്റെ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണം കേട്ടോ. ഫസ്റ്റ് നോക്കാം, ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അവിടെ ഇല്ല, അതിന്റെ എക്സാമ്പിൾ ഉണ്ട്. എമിഷൻ ഓഫ് ടോക്സിക് ഗ്യാസസ് ഫ്രം ദി മാനുഫാക്ചറിങ് പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തേൽ ടൈപ്സ് ഓഫ് പൊല്യൂഷൻ പറഞ്ഞേക്കുന്നത് നോയിസ് പൊല്യൂഷൻ ആണ്. അതിന്റെ എക്സാമ്പിൾ എന്താണെന്ന് എഴുതിക്കോളൂ. മൂന്നാമത്തേതിൽ പൊല്യൂഷന്റെ പേര് പറഞ്ഞിട്ടില്ല, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഡംപിങ് ഹോസ്പിറ്റൽ വേസ്റ്റസ് ടു ആൻ ഓപ്പൺ ഏരിയ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ മാത്രം ഒന്ന് കൈവീശി കാണിച്ച്. ക്ലിയർ ആണെങ്കിൽ ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓൾ ദി ബെസ്റ്റ്. മക്കളെല്ലാവരും വേഗം വീഡിയോ ഓൺ ചെയ്യുക. നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ പോവാണ്. പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ ഓഫ് ആണെങ്കിൽ നിങ്ങൾക്ക് 0 മാർക്ക് ആയിക്കോട്ടോ. അപ്പോൾ മാർക്ക് ഇവിടുന്ന് പറയുന്നതനുസരിച്ച് കൃത്യമായിട്ട് മാർക്ക് ഇടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. റെസ്പോൺസിബിലിറ്റി ടൂവേഴ്സ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ ആദ്യം കൺസ്യൂമേഴ്സ് ആണ് പറഞ്ഞത്. അപ്പൊ കൺസ്യൂമേഴ്സിനോടുള്ള റെസ്പോൺസിബിലിറ്റി ഏതെങ്കിലും ഒരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ ഓരോ മാർക്ക് ചെയ്തിട്ടോട്ടോ. 2 പോയിന്റ് എഴുതിയാൽ മതി, 2 മാർക്ക് കൊടുക്കാം. കറക്റ്റ് ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഗുഡ്സ് കൊടുക്കുക, റീസണബിൾ പ്രൈസിൽ ഗുഡ്സ് കൊടുക്കുക, അഡൾട്ടറേഷനോ അല്ലെങ്കിൽ ഡിസോണസ്റ്റ് അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒഴിവാക്കാം, കണ്ടിന്യൂസ് സർവീസോ അല്ലെങ്കിൽ ആഫ്റ്റർ സെയിൽ സർവീസോ കൊടുക്കാം, പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ 2 മാർക്ക് കൊടുക്കാം. ഓരോ പോയിന്റിനും ഓരോ മാർക്ക് ഇതാണേ. നെക്സ്റ്റ് വരുന്നത് എംപ്ലോയീസ് ഓ വർക്കേഴ്സ് ആണ്. അവർക്ക് മീനിങ് ഫുൾ വർക്ക് കൊടുക്കുക, വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുക, ഫെയർ ഡീലിങ്സ് ആയിരിക്കുക, ഫെയർ സാലറി കൊടുക്കുക, ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യാനുള്ള റൈറ്റിന് നമ്മൾ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ ഗ്രോത്ത് കൊടുക്കുക, നമ്മൾ എന്താണ് അവരുടെ നല്ല പ്രവർത്തികൾ നമ്മളൊന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഒരു 2 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 മാർക്ക് കൊടുക്കാം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ഓവർ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ആണ്. റെഗുലർ ആയിട്ട് അവർക്ക് റിട്ടേൺ കൊടുക്കുക, സേഫ്റ്റി ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുക, ഇൻഫർമേഷൻ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക. അപ്പൊ ഏതെങ്കിലും 2 പോയിന്റ് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 2 മാർക്ക് ഇടാം. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റിനിലേക്ക് പോകാം. എന്താണ് പൊല്യൂഷൻ എന്ന് എഴുതുക. അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മൂലം ഹാംഫുൾ ആയ സബ്സ്റ്റൻസസ് നമ്മുടെ എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ പൊല്യൂഷൻ ഉണ്ടാകുന്നു. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി, 1 മാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അതില് ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ വരുന്നത് എയർ പൊല്യൂഷൻ ആണ്. രണ്ടാമത് വരുന്നത് നോയിസ് പൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫാക്ടറിയിലോ വെഹിക്കിൾസിലോ സൗണ്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന മെഷീൻസിന്റെ സൗണ്ട് അങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. സൗണ്ട്സ് ഫ്രോം ഫാക്ടറി വെഹിക്കിൾസ് ഒക്കെ എഴുതി വെക്കാം, അല്ലെങ്കിൽ റണ്ണിങ് ഓഫ് ഫാക്ടറി വെഹിക്കിൾസ് ഒക്കെ എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ലാസ്റ്റത്തെ ആൻസർ വരുന്നത് ലാൻഡ് പൊല്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. പൊല്യൂഷൻ 1 മാർക്ക്, എയർ പൊല്യൂഷൻ 1 മാർക്ക്, നോയിസ് പൊല്യൂഷന്റെ എക്സാമ്പിളിന് 1 മാർക്ക്, ലാൻഡ് പൊല്യൂഷൻ 1 മാർക്ക്. അങ്ങനെ മൊത്തം 4 മാർക്കാണ് ക്വസ്റ്റ്യൻ കേട്ടോ. വേഗം മാർക്ക് ഒന്ന് ടോട്ടൽ ചെയ്യാം. ഔട്ട് ഓഫ് 10ൽ എത്രയാണെന്ന് ഇടാം. പാരന്റിന്റെ സൈൻ മേടിക്കുക. 1 മിനിറ്റ് ടൈം പേപ്പർ ക്ലിയർ ആയിട്ട് സെൻഡ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ കൃത്യമായിട്ട് ആപ്പിൽ അപ്ലോഡ് ചെയ്യാം.